നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ PSC ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോയും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ 10th പ്രിലിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും IRB ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ അസിസ്റ്റന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി LGS അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഉരുണ്ട് കളിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് PSCയിലേക്ക് വന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ സമ്പൂർണ്ണമായിട്ടൊരു PSCക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി LGSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. യൂണിവേഴ്സിറ്റി LGSന് ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് യൂണിവേഴ്സിറ്റി LGSന് 7ാം ക്ലാസ് ലെവലാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് അങ്ങനെ തന്നെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയും 7ാം ക്ലാസ് ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSന് പ്രിലിംസ് ഉണ്ടാവുമെന്ന് ചോദിച്ചതിന് ഉത്തരം വന്നിട്ടുള്ളത് പ്രിലിംസ് ഉണ്ടാവും എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. കാര്യം സാധാരണ LGSൻ്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSും 7ാം ക്ലാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 10th ലെവൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക്, ആ ഒരു കാറ്റഗറിയിലേക്ക് യൂണിവേഴ്സിറ്റി LGS മാറുകയും യൂണിവേഴ്സിറ്റി LGSനും ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവുകയും തീർച്ചയായിട്ടും കാണും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് IRB ഇന്ത്യ റിസർവ് ബറ്റാലിയനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. IRBയുടെ റെഗുലർ വിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ IRB റെഗുലർ വിങ്ങിന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അടുത്തിനി മെയിൻസ് എക്സാം ആണോ, ഫിസിക്കൽ എക്സാം ആണോ, എൻഡുറൻസ് ടെസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ IRBയിൽ ഇനി അടുത്ത് വരാനായിട്ട് പോകുന്നത് എൻഡുറൻസ് ടെസ്റ്റ് ആണെന്ന് PSC ആദ്യം ഒരു തവണ അറിയിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് തന്നെയാണ് കേരള PSCയിൽ വിളിച്ചപ്പോഴും അറിയാനായിട്ട് കഴിഞ്ഞത്. അടുത്തിനി എൻഡുറൻസ് ആണ്, അതിനുശേഷം മെയിൻസ് ഫോളോഡ് ബൈ ഫിസിക്കൽ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കേരള PSCന് ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിലുള്ള തീരുമാനം അനുസരിച്ചിട്ട് അടുത്തിന് വരാനായിട്ട് പോകുന്നത് എൻഡുറൻസ് ടെസ്റ്റ് തന്നെയാണ്. എൻഡുറൻസ് ടെസ്റ്റ് നമുക്കറിയാം 3 കിലോമീറ്റർ 13 മിനിറ്റ് അങ്ങനെ എന്താണ് എൻഡുറൻസ് ടെസ്റ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം മെയിൻസ് എക്സാമും പിന്നെ ഫിസിക്കൽ എക്സാമും ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിലും വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തിനുള്ളത് 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് എപ്പോൾ വരുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ IRBയുടെ ഒക്കെ വരുന്നത് ആ ഒരു പ്രിലിംസിനകത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് മെയിൻസ് എക്സാം നടത്താനായിട്ട് പോവുക മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും. എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ എന്ന് പറയുമ്പോൾ നമുക്കിനി എത്ര മാസമുണ്ട് മുന്നിലേക്ക്? ഒരു 4 മാസമുണ്ട് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൻ്റെ കാര്യം കണക്കാക്കിയായിരുന്നു. അപ്പോൾ 4 മാസമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 3 മാസം മുന്നേ അല്ലെങ്കിൽ 4 മാസം മുന്നേ എന്ത് ചെയ്യണം? റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി മിഡിൽ അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 10th പ്രിലിംസിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 10th പ്രിലിംസിന് ആദ്യം റിസൾട്ട് വരാനായിട്ട് പോവുക ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റുകൾക്കായിരിക്കും. എന്ന് പറയുമ്പോൾ നിലവിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ ബീവ്കോ LD അതുപോലുള്ള പോസ്റ്റുകൾക്ക് ആദ്യം വരികയും അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റുകളും അതിനുശേഷം വേക്കൻസി അരിച്ചിട്ട് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാംസിൻ്റെയൊക്കെ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവലിലായിരിക്കും 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് LP UP അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കോവിഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏജ് ഓവർ ആയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എക്സാം അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് എക്സാം നടത്തുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജ് ഓവർ ആയവർക്ക് എക്സാം നിലവിൽ എഴുതാനായിട്ട് കഴിയത്തില്ല എന്നാണ് കേരള PSCയുടെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒരു നിവേദനം സംതിങ് ലൈക്ക് ദാറ്റ് എന്ത് ചെയ്യുക? കേരള PSCയെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിലവിലത്തെ അറിയിപ്പ് അനുസരിച്ചുകൊണ്ട് ഏജ് ഓവർ ആയ പിന്നെ എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്തുള്ളത് സിവിൽ പോലീസ് ഓഫീസറിന്റെ ലിസ്റ്റ് എപ്പോൾ ഉണ്ടാവുമെന്നാണ്. നമുക്കറിയാം ഫിസിക്കൽ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, ഫിസിക്കലി കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റീമെഷർമെന്റിന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റീമെഷർമെന്റ് കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റിസൾട്ട് പബ്ലിഷ് ആവുമെന്ന് തന്നെയാണ് കേരള PSC എന്നും പറയാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റിസൾട്ടും ഉണ്ടാവുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഹൈസ്കൂൾ ലാബ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ വർഷം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വേക്കൻസിയും അതുപോലെ തന്നെ വേക്കൻസിയുടെ റിപ്പോർട്ടിംഗ് അനുസരിച്ചുകൊണ്ട് ഹൈസ്കൂൾ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതൊരു ഉടങ്കൊലി ന്യായമാണ് ആക്ച്വലി. അടുത്ത് വരുന്നത് നമ്മുടെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യമാണ്. അതിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി ഇവരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈസ്കൂൾ ലാബ് അസിസ്റ്റന്റിൻ്റെതായിട്ടുള്ള അതേ മറുപടിയാണ് ഇതിലും കിട്ടിയിട്ടുള്ളത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. പക്ഷേ നിലവിൽ ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറിയുടെയൊക്കെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. കാര്യം ഇത് വിളിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ലാബ് അസിസ്റ്റന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ കേരള ബാങ്ക്, ഇത്രയും കാര്യങ്ങൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ കേരള PSC നോട്ടിഫിക്കേഷൻസ് വിടത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അവരുടെ ബോർഡ് മെമ്പേഴ്സൊക്കെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ വേക്കൻസീസ് വന്നാലുടൻ തന്നെ കേരള PSC അത് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഒറ്റ എക്സാം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ എക്സാം അല്ല, അത് ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഡിഗ്രി പ്രിലിംസിന്റെ കൂട്ടത്തിൽ വരുന്നതായിരിക്കും. കാരണം നമുക്കറിയാം മെനഞ്ഞാന്ന് സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ SI ഉണ്ടാവും, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടാവും, ബാക്കി എന്തൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫീൽഡ് വർക്കർക്കാർക്ക് ഡിഗ്രിക്കാർ വരുമോ അല്ലെങ്കിൽ ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് കേരള PSC കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്കാരെ ഈ ഫീൽഡ് വർക്കർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് ഉൾപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വെക്കേണ്ട. കാര്യം നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഒരു പ്രിലിംസ് എക്സാമിനേഷൻ എഴുതിയിട്ട് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഈ പാറ്റയുടെയും കൊതുകിൻ്റെയും അഴുക്കിതാലിൻ്റെയും കാര്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫീൽഡ് വർക്കറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, ഡിഗ്രിക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. LD ടൈപ്പിസ്റ്റിൻ്റെ കാര്യം അടുത്ത പ്രിലിംസിൽ അതുകൂടി ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരു വ്യക്തതയൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും LD ടൈപ്പിസ്റ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എക്സാമിനേഷൻസ് ആവശ്യം പോലെ വരുന്നുണ്ട്. നമ്മുടെ +2 ലെവലായിക്കോട്ടെ, ഇപ്പോൾ അടുത്ത CPOയും WCPOയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവലാണെങ്കിൽ അടുത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ വരുന്നുണ്ട്. 10th ലെവലാണെങ്കിൽ ഒരുപാട് എക്സാമിനേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. ഓക്കെ, ഈ അവസരങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻസിനൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രിലിംസ് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല. ആക്ച്വലി കാര്യം പ്രിലിംസ് കിട്ടിയെന്ന് നമ്മൾ നാട്ടുകാരെ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കും അവനിപ്പോൾ ജോലി കിട്ടും, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും നമ്മളെ കാണുന്നത്. പക്ഷേ അടുത്ത മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്ന ആളെ തലക്കടിച്ച് വീഴ്ത്തുന്ന ഒരു എക്സാമിനേഷനാണ് മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻസിന് വേണ്ടി പഠിക്കുക, പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഞാൻ പറയത്തില്ല. മെയിൻസിന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക. 10th മെയിൻസ് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം നല്ലപോലെ തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ലിങ്ക് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. കുറച്ച് താമസിച്ചായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജുകൾ ഇൻബോക്സിൽ വന്ന് കിടപ്പുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഓട്ടത്തിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കൾ, PSCയിലേക്ക് വരുന്ന പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നെ പറ്റുന്ന രീതിയിലുള്ള കണ്ടുപിടിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. 2022 കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. വരുന്ന PSC എക്സാംസിന് എന്തായാലും ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.